മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യക്ക് വേണ്ടിയാണ് മലമുകളിലേക്ക് പോയത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായോ അല്ലെങ്കിൽ പ്രവാചകരുടെ അടുത്ത ആരെങ്കിലും പറഞ്ഞതായോ ഇതുവരെ ഒരു കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ലഭിച്ചൊരു സ്ഥലം ഒരു ഹിറാ ഗുഹയിലാണ്. സ്വാഭാവികമായും ആ സ്ഥലത്തോട് ഇഷ്ടമുണ്ടാകും. അത് ലഭിക്കാതിരിക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകും. അങ്ങനെ ഹിറാ ഗുഹയിലേക്ക് പ്രവാചകൻ വീണ്ടും പോയിട്ടുണ്ട്. ഹിറാ ഗുഹ ഒരു മലമുകളിലാണ്. അങ്ങനെ ആ മലയുടെ മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഇനിയും അങ്ങനെ ഒരു വഹി ലഭിക്കുമോ എന്ന ആഗ്രഹത്തോടു കൂടി, അതിയായ ആഗ്രഹത്തോടുകൂടി നടന്നിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിനുള്ളിൽ ആത്മഹത്യ ശ്രമം ഉണ്ടായിരുന്നു എന്നതിന് ഈ ഒരു കാര്യമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടോ അല്ലെങ്കിൽ റസൂലിനോട് അടുത്ത അന്നുണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയെ പോലുള്ളവയോ പിൽക്കാലത്ത് ഉദ്ധരിച്ച ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള റസൂലിനോട് അടുത്ത ഭാര്യമാരോ ബന്ധുക്കളോ ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ മറ്റ് ഒരു പോയിന്റായി മനസ്സിലാക്കേണ്ടതാണ്. വേറൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ മുഴുവൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനേക്കാൾ പ്രയാസമുണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അതിൻ്റെ ഒരു സൂചന പോലും നൽകുകയോ ഉണ്ടായിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്? അത് ഉഹദ് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറിവേറ്റു, മുസ്ലിങ്ങൾക്ക് പല നാശനഷ്ടങ്ങളും ഉണ്ടായി. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, ഉഹദിനേക്കാൾ വലുതെന്തെങ്കിലും ഉണ്ടോ റസൂലെ, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ടായിട്ടുണ്ട്. ഉഹദിനേക്കാൾ എനിക്ക് പ്രയാസകരമായ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി ആളുകൾ കല്ലെറിഞ്ഞ് ഓടിച്ച ദിവസം. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീത്, നിന്റെ സമൂഹത്തിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു, കാണാനുള്ളതൊക്കെ ഞാൻ കണ്ടു. വകാന അശദ്ദു മാ ലഖീതു മിൻഹും യൗമൽ അഖബ, അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് യൗമുൽ അഖബയിലായിരുന്നു, അഥവാ ത്വായിഫിലേക്ക് പോകുന്ന ആ അഖബ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് ഓടിക്കപ്പെട്ട ആ ഒരു സംഭവം. അങ്ങനെ ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ്, വളരെ പ്രയാസത്തോടു കൂടിയാണ് അന്നൊരു ദിവസം പിന്നീട് തിരിച്ചു വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവം എണ്ണിയിട്ടില്ല. അതുമാത്രമല്ല, ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മറ്റ് പല തിന്മകളിൽ നിന്നും, അന്നുണ്ടായിരുന്ന പല അനാചാരങ്ങളിൽ നിന്നും, ദുസ്വഭാവങ്ങളിൽ നിന്നും സംരക്ഷിച്ച ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും അങ്ങനെ ഒരു പ്രവാചകനെ ഈ ഒരു ആത്മഹത്യ ചിന്തയുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, സംഭവ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഒരു പ്രവാചകൻ ഒരിക്കലും അത്തരത്തിലുള്ള വൻപാപങ്ങൾ ആയി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നുകൂടി അതിനോട് ചേർത്ത് ഒരു ഇസ്ലാമികമായ കാര്യം എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു ഹദീസിൻ്റെ വസ്തുത സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ തന്നെ സംശയത്തിലാകാൻ സാധ്യതയുള്ള ഈ ഒരു ഹദീസിൻ്റെ വസ്തുത അതാണ്. അത് സ്വഹീഹായ ഹദീസല്ല, അത് ദഈഫാണ്, അതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാം.